ഹലോ, വെൽക്കം ബാക്ക്. വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ വാനില ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 500 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ബീറ്റർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൾസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലഫി ആക്കി എടുക്കാം. നല്ലപോലെ ഫ്ലഫി ആക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീമിനെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 200 ഗ്രാം മിൽക്ക് മെയ്ഡ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലഫ്നെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കതൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പതുക്കെ മിക്സിയാക്കി കൊടുത്തു. അതിനുശേഷം ബാക്കി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 3 തവണയായിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിനെ ഈ മിൽക്ക് മെയ്ഡായിട്ട് മിക്സ് ചെയ്തെടുത്തത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് നല്ല ഫോഴ്സിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഐസ്ക്രീം കട്ടയായി വരുന്ന സമയത്ത് അത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ കിട്ടൂല. പിന്നെ ഒരിക്കലും വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും അതുപോലെ വാനില എസൻസും 3 കൂടെ ഒരുമിച്ചിട്ടിട്ട് മിക്സിയുടെ ജാറിൽ പൾസ് ചെയ്തെടുക്കും ചെയ്യരുത്. അങ്ങനെ ചെയ്താലും നമ്മൾ ഐസ്ക്രീം ശരിയായി വരില്ല. അങ്ങനെ നമ്മൾ മിൽക്ക് മെയ്ഡായിട്ട് ഫുള്ള് വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിനെ 6 to 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ ഐസ്ക്രീം റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈസി ആയിട്ട് വീട്ടിൽ വാനില ഐസ്ക്രീം തയ്യാറാക്കാവുന്നുള്ള റെസിപ്പി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ വീഡിയോസിനായിട്ട് പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും